ഇതിലേക്ക് തട്ടാ അമ്മ പുറകിലുണ്ടോ ഇതെന്തോടാ വെരികിനെ പോലെ നടക്കുന്നത്? എന്താടാ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആരെ? അച്ഛനെ. ആയി അങ്ങനെ വിളിച്ചിട്ട് എങ്ങനെ കിട്ടാനാ? അങ്ങനെ പണിക്ക് പോയി മണ്ട. ഇവിടെ എന്തിവിടെ കാര്യം എന്തിവിടെ? ആമയെ കിട്ടുന്നില്ല. അത്രേ ഉള്ള ഇവിടെ നല്ല ഗോതമ്പുണ്ട ഉണ്ടാക്കിയിട്ട് അത് കായലിലോട്ട് ഇട്ടാൽ മതി. നല്ല നീളമുള്ള എന്തോന്ന് ആമാ നല്ല സാധനം സൂപ്പർ സാധനം. ഇവിടെ നീ ശരിക്കും കാര്യം എന്തെന്ന് പറയണേ? എന്റെ പെണ്ണ് ആമി അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. എനിക്ക് അവളിപ്പോ കാണാൻ പോണം. ഒന്ന് പോടാ ഭ്രാന്താ. അവളുടെ വീട്ടിലോട്ട് ചെന്ന് കയറി അവളുടെ തന്തയും തള്ളയൊക്കെ കാണും. ഇടി കൊണ്ട് നൂരും മോനെ. അതൊന്നും എനിക്ക് അറിഞ്ഞോളൂ. എനിക്ക് എന്തായാലും അവളെ കണ്ടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ രണ്ടും കൂടെ വരണം. എടാ നിനക്ക് വേണ്ടി ചാവാൻ പോലും തയ്യാറായിട്ടാ ഇവൻ നിൽക്കുന്നത്. പോടാ. അല്ല നിന്റെ ശവം കൊണ്ടുപോകാൻ ഒരാൾ വേണ്ട. അതല്ലേ ഞാൻ. എടാ അതുമല്ലടാ എൻ്റെ അമ്മേ എൻ്റെ ഒരു മാല പണയം വെക്കാൻ തന്നു. അപ്പൊ അത് പണയം വെച്ചിട്ട് അമ്മയ്ക്ക് പൈസ കൊണ്ട് കൊടുക്കണം. അതുകൊണ്ടാ എനിക്ക് ഇവന്റെ കൂടെയും പോകണം. എന്തോ ചെയ്യാൻ പോണെന്ന്? പണയം വെച്ച അമ്മയ്ക്ക് മാല പൈസ കൊടുക്ക. ഇത് വെച്ച് കാണാൻ പോവല്ലോ. ഇത് വെച്ച് എങ്ങനെ കാണാൻ പോകുന്നത്? നേരെ അവളുടെ വീട്ടിൽ ചെല്ലുന്നു. കോളിംഗ് ബെൽ അമർത്തുന്നു. അവൾ ഇറങ്ങി വരുന്നു. അവളെ കാണുന്നത് തിരിച്ചു വരുന്നു. അപ്പൊ അവളുടെ അമ്മ ഇറങ്ങി വന്നാലേ? അതിനെന്റെ ഈ മാല മനസ്സിലായില്ല. അവരുടെ അമ്മ ഇറങ്ങി വരുവാണെങ്കിൽ നമ്മൾ അമ്മയടുത്ത് ചോദിക്കും, അമ്മേ ഈ സദാശിവൻ മാമന്റെ വീട് ഇതാണോ? എന്റെ അച്ഛനാണെങ്കിൽ ഒരു മാല തരാൻ വേണ്ടി തന്നായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. കാണി ചെയ്യാൻ മടിയും കിട്ടൂല. കറക്റ്റ് അവളുടെ അച്ഛൻ വന്ന് വാതിൽ തുറന്നാലോ? ഇത് തന്നെ പറഞ്ഞാ പോടാ പൊട്ടാ. പൊട്ടാ അതുപോലെ ഏറ്റ ചരിത്രം ഉണ്ട്. പിന്നെ അതിൽ തന്നെ പിടിക്കല്ലേ. ഇവൻ വരും. നീയും വരും. ഇത് തീർന്നിട്ടില്ല. നിന്റെ അമ്മയുടെ മാലയും താടേ. ചേച്ചിയെ ചുമ്മാ ഇരിക്കണേ. അയ്യോ എന്താ ഇവിടെ? നീ എന്താ വിളിച്ചിട്ട് എടുക്കാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്? അതിവിടെ എല്ലാരും ഉള്ളതുകൊണ്ടോ? ആരാ മോളെ? ആരാന്ന് അറിയത്തില്ലമ്മേ. എല്ലാ പിരിവിനും വന്ന ആറുകളായിരിക്കും. നല്ല സംസ്കാരമുള്ള തള്ള. ആരാ? ഒരു സദാശിവൻ. ഇതാണോ വീട്? ഏത് സദാശിവൻ? അത് പിന്നെ അല്ലെ എന്താ കാര്യം? എന്താ? സദാശിവൻ മാമനെ ഒരു സ്വർണ്ണമാല എന്റെ അച്ഛൻ കൊടുക്കണമെന്നും പറഞ്ഞ് തന്നായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി വന്നത്. അയ്യോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സദാശിവൻ ഗൾഫിലെങ്ങാണ്ട് ജോലി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നേ. അതന്നെ എന്റെ ആങ്ങളെയാ. ഇന്നിപ്പോ ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ കൊടുത്തേക്കാം മോനെ. അല്ല മാമൻ എന്തായാലും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ മാമൻ വരുമ്പോ ഞങ്ങൾ നേരിട്ട് കൊടുക്കാം. അതാണല്ലോ ഒരു മര്യാദ. അതെന്തിനാടാ അമ്മയുടെ നേരിട്ട് അങ്ങ് കൊടുത്താ പോരെ? സ്വർണ്ണം ഒന്നും ഇപ്പൊ കൈ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന്. മോളെ പോയി പഠിച്ചേ. ആമി ഒരു ഉമ്മയും കിട്ടിയില്ല. എന്താണ്? എൻ്റെ അമ്മയുടെ മാല. അയ്യോ അകത്തായി പോയില്ലേ? അമ്മ